ഇറാൻ്റെ സാമ്പത്തിക നട്ടെല്ല് എന്നറിയപ്പെടുന്ന കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പിലാണ് ഇസ്രായേലും അമേരിക്കയും, അമേരിക്കയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഡൊണാൾഡ് ട്രംപും. കാർഗിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. കാരണം കാർഗ് ദ്വീപിൽ നിന്നുള്ള സാമ്പത്തികമായ വരുമാനം കൊണ്ടാണ് ഈ ഉപരോധങ്ങൾക്കിടയിലുമൊക്കെ ഇറാൻ പിടിച്ചു നിന്നത്. മാത്രമല്ല, ഇപ്പോൾ മറ്റ് പോംവഴികളില്ലാതെ പല രാജ്യങ്ങൾക്കും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള അനുമതി അമേരിക്ക നൽകുക വഴി ഒട്ടേറെ രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്നത് ഇറാനാണ്. ഇറാൻ്റെ സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറാനിൽ നിന്നും 25 കിലോമീറ്റർ അകലെയായി നിൽക്കുന്ന ഒരു ദ്വീപാണ് കാർഗ് ദ്വീപ്. 20 ചതുരശ്ര അടി മാത്രമാണ് ഈ കാർഗ് ദ്വീപിൻ്റെ വിസ്തീർണം. പക്ഷേ വളരെ കാലിക പ്രസക്തമായ, ഏത് കാലഘട്ടത്തിലും വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് കാർഗ് ദ്വീപ്. ഇറാൻ്റെ എണ്ണ വരുമാനത്തിൻ്റെ 90% കാർഗ് ദ്വീപിൽ നിന്നാണ്. അതുപോലെ ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾക്ക് അതിൻ്റെ 90% എണ്ണയും ലഭ്യമാകുന്നത് കാർഗ് ദ്വീപിലൂടെയാണ്. അങ്ങനെ വളരെയേറെ തന്ത്രപ്രാധാന്യമുള്ള ഈ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിലൂടെ സാമ്പത്തികമായ അസ്ഥിരത കൂടുതൽ ഇറാൻ ഉണ്ടാവുകയും അങ്ങനെ ഇറാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനുള്ള പുതിയ ഒരു തന്ത്രമായാണ് അമേരിക്ക കാർഗ് ദ്വീപിനെ പിടിച്ചെടുക്കുന്നതിനെ, അത്തരമൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നതിനെപ്പറ്റി ലോകത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഇറാൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ അങ്ങനെ നിങ്ങൾ കാർഗ് ദ്വീപിനെയോ ഇറാനെയോ ഒരു അക്രമത്തിലൂടെ, ഒരു കാലാൽപ്പടയിലൂടെ അല്ലെങ്കിൽ കരയാക്രമണത്തിലൂടെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി 10 ലക്ഷത്തിൽ പരം കാലാൽപ്പടയെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഭരണാധികാരികൾ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ കാർഗിലേക്ക് വരൂ, ഞങ്ങൾ സ്രാവുകൾക്ക് നിങ്ങളുടെ മൃതദേഹങ്ങൾ ഭക്ഷണമാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വിട്ടുകൊടുക്കാതെ നട്ടെല്ല് നിവർത്തിപ്പിടിച്ചുകൊണ്ടുള്ള, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായിരുന്നാലും യുദ്ധം കൂടുതൽ രക്തരൂക്ഷിതമാകുന്ന തലങ്ങളിലേക്ക് കടന്നു പോകുകയാണ്. അത് ലോകത്തിൻ്റെ സമ്പദ്ഘടനയെ, സാമൂഹിക ജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില അനുരഞ്ജന ചർച്ചകൾ പാകിസ്ഥാനിലും ഈജിപ്തും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ വിജയിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോന്നത അധികാരം നിലനിർത്തിക്കൊണ്ട് ഇറാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവട്ടെ, അതായിരിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ സതുദ്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കാർഗ് ദ്വീപിന് ഉള്ള പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയും, കാർഗ് ദ്വീപ് ഇറാൻ യുദ്ധ കാലഘട്ടത്തിൽ തന്നെ കാർഗ് ദ്വീപിനെ ഇറാഖ് അന്ന് അമേരിക്കയുടെ സഹായത്താൽ ആക്രമിച്ചിരുന്നു. അങ്ങനെ ഒട്ടേറെ ഡച്ചുകാരുടെ അധീനതയിൽ ഒരു കാലഘട്ടത്തിൽ ഈ കാർഗ് ദ്വീപ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ വലിയൊരു കോട്ട പണിതിട്ടുണ്ട്. കാരണം പുരാതന കാലം മുതൽ തന്നെ, വളരെ മുമ്പുള്ള കാലഘട്ടങ്ങൾ മുതൽ തന്നെ കാർഗ് ദ്വീപ് ഒരു തന്ത്രപ്രധാനമായ മേഖലയാണ്. ആ തന്ത്രപ്രധാനമായ മേഖല പിടിച്ചടക്കി ഇറാൻ്റെ സാമ്പത്തികമായ കരുത്തില്ലാതാക്കി ഇറാനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഈ അമേരിക്കയുടെ ശ്രമം വളരെ രക്തരൂക്ഷിതമായ യുദ്ധത്തിലേക്കാണ് കടന്നു പോകുന്നത്. അത് ഒഴിവാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇറാൻ്റെ പരമാധികാരം നിലനിൽക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഓരോ സ്വതന്ത്ര രാജ്യങ്ങൾക്കും ഇങ്ങനെ ഓരോ വെനീസ്വല മുതൽ ഓരോ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുടെ പരിധിയിൽ കൊണ്ടുവരുമ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടി ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഓരോ രാജ്യങ്ങളെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇറാൻ അതിൻ്റെ പര്യവസാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്യൂബയിലേക്കാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോക പോലീസിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇറാൻ വിജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇത് ലോക സാമൂഹിക ഘടനയും സാമ്പത്തിക ഘടനയും സാംസ്കാരികമായ സമന്വയവുമൊക്കെ നിലനിന്ന് ഓരോ രാജ്യത്തിനെയും പരമാധികാരം നിലനിൽക്കേണ്ടതിന് അമേരിക്കയുടെ തകർച്ച അനിവാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സസ്നേഹം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച ഏവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.